SFI പ്രവർത്തകൻ ധീരജിന്റെ കൊലപാതകത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി യൂത്ത് കോൺഗ്രസ് മുൻ പ്രവർത്തകൻ ധീരജിനെ കുത്തിയ കത്തി മാറ്റിയെന്ന് നിയോജകമണ്ഡലം മുൻ വൈസ് പ്രസിഡന്റ് സെബിൻ എബ്രഹാം വെളിപ്പെടുത്തി. പാർട്ടി പറഞ്ഞിട്ടാണ് കത്തി മാറ്റിയത്. ധീരജിനെ കുത്തിയ കത്തി പോലീസിന് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. പ്രതിപ്പട്ടികയിലുള്ള 3 പേർക്ക് കേസുമായി ബന്ധമില്ലെന്നും സെബിൻ വെളിപ്പെടുത്തി. വിശദാംശങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ സെബിൻ എബ്രഹാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വ്യാപകമായി ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഒരു പൊളിറ്റിക്കൽ കുമ്പസാരം എന്ന ഒരു തലക്കെട്ടോടുകൂടി പല അധ്യായങ്ങളായിട്ടാണ് ഈ വെളിപ്പെടുത്തലുകൾ ഓരോന്നും പുറത്തു വരുന്നത്. ഇതിൽ ഏറെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ, അതായത് ഈ ധീരജിനെ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് പറയുന്നു, ചിലരെ ഒളിപ്പിച്ചെന്ന് പറയുന്നു. ഈ ഒരു ഏത് സാഹചര്യത്തിലാണ് ഈ സെബിൻ എബ്രഹാം, മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ്, പ്രാദേശിക നേതാവ്, ഇത്തരം ഒരു വെളിപ്പെടുത്തലുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്? സജിത്ത്, ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ധീരജ് രാജേന്ദ്രന്റെ കൊലപാതക കേസിൽ കൃത്യമായ പ്രതികളിലേക്ക് ഇതുവരെ എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ കേസിൽ യഥാർത്ഥ പ്രതികൾക്ക് പകരം മറ്റു ചില പ്രതികളെയാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ ചില നീക്കങ്ങൾ നടന്നു, ഗൂഢാലോചനകൾ നടന്നു, ഇങ്ങനെ പല ആക്ഷേപങ്ങൾ പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നതാണ്. ഒപ്പം ഇതിൽ പ്രധാന ആക്ഷേപം നേരിടുന്ന കോൺഗ്രസ് നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അടക്കം KPCC അധ്യക്ഷനുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ പല പരിപാടികൾ, പല തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ഇയാൾ പങ്കെടുത്തു. ഇതൊക്കെ വലിയ വിവാദമായി ഉയർന്നതാണ്. ഈ പശ്ചാത്തലം, ഈ ആക്ഷേപങ്ങൾ നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ സെബിൻ എബ്രഹാമിന്റെ തുറന്നെഴുത്തലുകൾ പുതിയ ചർച്ചയാവുന്നത്. സെബിൻ എബ്രഹാം ഉടുമ്പൻചോലയിലെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ താൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില തുറന്നെഴുത്തലുകൾ നടത്തുന്നത്. യൂത്ത് കോൺഗ്രസിലെ ചില സംഘടനാ ഇടപെടലുകൾ, കോൺഗ്രസിലെ ചില സംഘടനാ നീക്കങ്ങളൊക്കെ വിശദീകരിക്കുന്നതിനിടയിലാണ് ഈ ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, ഈ കേസിലെ അന്വേഷണം വഴിമുട്ടിച്ചു നിൽക്കുന്നത് കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി ഇതുവരെയും കൃത്യമായി കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. എന്നാൽ ഈ കത്തി താൻ കണ്ടിട്ടുണ്ട്, ഈ കത്തി മാറ്റുകയാണ് ചെയ്തത്. അതായത് പ്രതികളുമായി ബന്ധമുള്ളവർക്കുണ്ടായിരുന്ന സ്വാധീനം ഉപയോഗിച്ച് തുടക്ക ദിവസം തന്നെ ഈ കത്തി മാറ്റിയിരുന്നു. പിന്നീട് കേസിന്റെ നിയമ നടപടികൾക്കിടയിൽ ഒരു ദിവസം കോടതിയിൽ നിന്നും മടങ്ങവേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ തനിക്കൊപ്പം ഉണ്ടായിരുന്ന സംഘടനാ പ്രവർത്തകൻ തന്നെ ഈ കത്തി തന്നെ കാണിച്ചിട്ടുണ്ട്, താൻ ഈ കത്തി കണ്ടിട്ടുണ്ട് എന്നതാണ് ഈ സെബിൻ എബ്രഹാം പറയുന്നത്. അതായത് കോൺഗ്രസ് നേതാക്കളുടെ ഗൂഢാലോചനയിൽ തന്നെയാണ് ഈ യഥാർത്ഥ പ്രതികളെ ഒളിപ്പിച്ചത് എന്നത് തന്നെയാണ് ഈ സെബിൻ എബ്രഹാം വെളിപ്പെടുത്തുന്ന കാര്യം. ഒപ്പം തന്നെ പ്രതിപ്പട്ടികയിൽ ഇപ്പോഴുള്ള 3 പേരും യഥാർത്ഥ പ്രതികളല്ല. ഇതിൽ പലരും നേരത്തെ തന്നെ ഈ കേസും ഈ കൊലപാതകം നടക്കുമ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിൽ മറ്റു ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് എന്ന് പറയുന്നു. അതായത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണവും ഇതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുകൂടിയുള്ള വെളിപ്പെടുത്തലാണ് സെബിൻ എബ്രഹാം നടത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സെബിന്റെ കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. ഏതൊക്കെ നേതാക്കളാണ് ഇതിൽ ഉണ്ടായിരുന്നത്, ഏതൊക്കെ സംഭവങ്ങളാണ് ഇതിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇടപെടൽ എങ്ങനെയാണ് ഉണ്ടായത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും സെബിൻ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ നടത്തുന്ന ഈ തുറന്നെഴുത്തലുകൾ വലിയ ചർച്ചയാവുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തെ കൂടുതൽ കുഴപ്പിക്കുന്നതാണ് ഈ വിഷയം. പോലീസിനെ കുറ്റപ്പെടുത്തുന്നു, എന്നാൽ ന്യായീകരിക്കുന്നു. ഈ തരത്തിലാണ് ഇപ്പോൾ തീർച്ചയായും സജിത്ത്, പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസാണ്. ഈ കേസിന്റെ വിചാരണ നടപടികളിലേക്ക് കടക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു നിർണായക വെളിപ്പെടുത്തലുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് ഈ കേസിൽ നേരിട്ടല്ലെങ്കിൽ പോലും ഒരു ഈ കത്തി മാറ്റിയ ആ നടപടിയിൽ പങ്കാളി എന്ന് പറയപ്പെടുന്ന ഈ സെബിൻ എബ്രഹാമിന്റെ ഈ വെളിപ്പെടുത്തലോടുകൂടി ഈ കേസ്, ധീരജിന്റെ കൊലപാതക കേസ് വീണ്ടും ഒരു പുനരന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ലേ സജിത്ത്? ആ തരത്തിലേക്ക് ആവശ്യം ഉയർന്നു വരും എന്ന് ഉറപ്പാണ്. കാരണം ഇതിൽ കോൺഗ്രസ് നേതൃത്വം ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് തുടക്കം മുതലേ സ്വീകരിക്കുന്നു എന്നത് ഒരു ആക്ഷേപമായി ഉയർന്നു വന്നതാണ്. നമുക്കറിയാം, നിഖിൽ പൈലിനെ പോലെയുള്ളവരൊക്കെ കോൺഗ്രസ് നേതാക്കളുമായി അടുത്തു നിന്ന് ഫോട്ടോ എടുക്കുന്നതും തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണത്തിനെത്തുന്നതുമൊക്കെ ഒരു ഘട്ടത്തിൽ ചർച്ചയായതാണ്. ഈ പ്രതികളെ തള്ളിപ്പറയാൻ അന്ന് കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത് KPCCയുടെ നേതൃതലത്തിൽ ഒരു മാറ്റമുണ്ടായപ്പോൾ, K സുധാകരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതിന് പിന്നാലെ
പിന്നാലെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അന്ന് ഈ പ്രതികളെ സംരക്ഷിക്കാൻ KPCC അധ്യക്ഷൻ നേരിട്ട് ഇടപെട്ടു എന്ന ആക്ഷേപമൊക്കെ അന്ന് ഭരണപക്ഷം CPM നേതാക്കളൊക്കെ ഉയർത്തിയതാണ്. എന്തായാലും ആ ആക്ഷേപത്തിലേക്ക് വീണ്ടും ഒന്നുകൂടി ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ ഈ സെബിൻ എബ്രഹാമിന്റെ വെളിപ്പെടുത്തൽ എന്നതാണ്. ഈ സെബിൻ എബ്രഹാമിന്റെ തുറന്നെഴുത്തലുകൾ നിയമപരമായി എത്ര കണ്ട് സാധുതയുണ്ട്, അത് അന്വേഷണത്തെ ഏത് തരത്തിൽ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ അന്വേഷണത്തിലേക്കോ തുടർ നീക്കത്തിലേക്കോ പോലീസ് കടക്കുമോ എന്നതും പ്രധാനപ്പെട്ടതാണ്. CPM ഈ വാദം, സെബിൻ എബ്രഹാമിന്റെ വാദങ്ങളെ ഏറ്റെടുക്കുമോ, ഇതിൽ കോൺഗ്രസ് നടത്താൻ പോകുന്ന തുടർ പ്രതികരണമൊക്കെ വരും ദിവസങ്ങളിലും ചർച്ചയാവും. എന്തായാലും ഈ ധീരജ് രാജേന്ദ്രന്റെ മരണവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വെളിപ്പെടുത്തലുകളാണ് ഇദ്ദേഹത്തിന്റെ പോസ്റ്റിലുള്ളത്. ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ പോലീസ് ഈ സെബിൻ എബ്രഹാമിന്റെ മൊഴിയെടുക്കാൻ അല്ലെങ്കിൽ ഇയാളെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? കേസ് വീണ്ടും ഇനി CPM ഓ SFI ഓ ഇത്തരമൊരു പരാതിയുമായി മുന്നോട്ട് വന്നാൽ മാത്രമേ പോലീസ് ഇതുപോലുള്ള ഒരു നടപടിയിലേക്ക്, കേസിന്റെ പുനരന്വേഷണം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുകയുള്ളൂ. അതല്ലെങ്കിൽ ഇനി കോടതി തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതല്ലേ സജിത്ത്? തീർച്ചയായും ഇത് അന്വേഷണ സംഘത്തിന്റെ നീക്കമാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ടോം സൂചിപ്പിച്ചതുപോലെ കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസാണ്. അതുകൊണ്ട് അതിന്റെ ഒരു തുടർ സാധ്യത ഒരുപക്ഷെ കോടതിയുടെ ഇടപെടലോടുകൂടിയാണ് ഇനി ഉണ്ടാവാൻ സാധ്യത. ഒരുപക്ഷെ കോടതിയിൽ കേസ് വരുമ്പോൾ ഈ അന്വേഷണ സംഘം സ്വീകരിക്കാൻ പോകുന്ന നിലപാട് ഒരുപക്ഷെ ഈ സെബിൻ എബ്രഹാമിന്റെ തുറന്നു പറച്ചിലുകളുമായി ബന്ധപ്പെട്ട് കൂടിയാവാം. അതുകൊണ്ടുകൂടി ഇനി അങ്ങോട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ കോടതി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടും പ്രധാനപ്പെട്ടതാണ്. സെബിൻ എബ്രഹാമിന്റെ തുറന്നു പറച്ചിലുകൾ ഈ കേസിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ എന്നത് കോടതിയുടെയും അന്വേഷണ സംഘത്തിന്റെയും നീക്കമനുസരിച്ചായിരിക്കും അതിന്റെ ഭാവി നിശ്ചയിക്കപ്പെടുക. ടോം, വ്യക്തമാണ്. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിലെ SFI പ്രവർത്തകനായിരുന്ന ധീരജിനെ കൊലപ്പെടുത്തിയ കേസിലാണ് നിർണായക വെളിപ്പെടുത്തലുമായി യൂത്ത് കോൺഗ്രസിന്റെ മുൻ പ്രാദേശിക നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ പോലീസ് ഒരുപക്ഷെ ഈ കേസിനി പുനരന്വേഷിക്കുമോ, കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമോ, എന്തായാലും കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ്.